പിന്നെ ഒരു സെലിബ്രിറ്റിയാണ് ഇപ്പം ഞാൻ അമലിനെ ആദ്യമായിട്ട് കാണുന്ന യഥാർത്ഥത്തിൽ എൻ്റെ വിദ്യാലയത്തിലേക്ക് അമൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമലിനെ ക്ഷണിക്കുകയാണല്ലേ. അമലിനെ വിളിച്ചു. അമൽ പരിപാടിക്ക് അമൽ ഉദ്ഘാടകനായിട്ടാണ്, മുഖ്യ അതിഥിയും ഉദ്ഘാടകനായിട്ടാണ് വരുന്നത് പരിപാടിയിൽ. കുട്ടികളോട് സംസാരിക്കുക. അമൽ അന്ന് എൻ്റെ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിച്ചത്. അമൽ അന്ന് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അമൽ ഞാൻ ഏത് വർഷമാണ്? പിന്നെ 2014 അമൽ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പിന്നെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അമൽ യഥാർത്ഥത്തിൽ ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന അമൽ എങ്ങനെ ഒരു സാധാരണ എൻ്റെ വിദ്യാലയത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മറ്റു വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പോൾ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരു മോട്ടിവേഷൻ ട്രെയിനറൊന്നും ആവില്ല, അത് അസാധ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അമൽ എങ്ങനെ അതിൽ എത്തിപ്പെട്ടു? അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന പരിമിതമായ അറിവുകൾ വെച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് സംസാരിക്കാൻ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ചു വന്നതാണ്. 90% ഡിസേബിൾഡ് ആയിരുന്നു, ഡിഫറെൻ്റ്ലി ഏബിൾ ആയിരുന്നു. സ്വന്തമായിട്ട് എഴുതുവാനോ വായിക്കുവാനോ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒന്ന് സ്വയം ഒന്ന് ഇരുത്തി കഴിഞ്ഞാൽ മറിഞ്ഞു വരുന്ന കണ്ടീഷൻ, കറക്റ്റായിട്ട് ഉച്ചാരണം വരില്ല, സംസാര വൈകല്യം പഠന വൈകല്യം അതിരൂക്ഷമായിട്ട് ബാധിച്ച ആളാണ്. അപ്പൊ അന്നൊക്കെ പിന്നെ ഒരു 3.5 വയസ്സുള്ള സമയത്ത് ഇപ്പച്ചി എനിക്ക് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കി തന്നു. എന്നുവെച്ചാൽ ഈ അമൽ എന്നുള്ള വ്യക്തി ഉയരുന്നതിന്റെ മുന്നേ എന്നെ കല്യാണ വീടുകളിൽ ഇരുത്തിയിട്ട് വെച്ച് മാറി നിൽക്കും. കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ തന്നിട്ട് ഇരുത്തിയിട്ട് ഒരു മറിഞ്ഞു വീഴാ, ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഒരു മറിഞ്ഞു വീഴാത്തൊരു കയ്യിലുള്ള കസാര നോക്കിയിട്ട് ഇപ്പച്ചി അതിൽ ഇരുത്തിയിട്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ ഇപ്പച്ചി അങ്ങോട്ട് പോരും. അങ്ങനെ 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 ഞാൻ അവിടെയുള്ള ആളുകളോട് എന്താ ഇവിടെ നടക്കണേ, എന്താണ് നിങ്ങളെ വർത്താനം, നിങ്ങളെ മക്കളൊക്കെ എന്താ പഠിക്കണത്, ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അത് അന്നൊക്കെ സംസാരം പിന്നെ പകുതിയെ, ചില അക്ഷരങ്ങളൊന്നും പറയാൻ പറ്റില്ല. സ്റ്റാമറിങ് ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അമലിന്റെ ഒരു, അതായത് ഞാൻ ചോദിക്കുന്ന അമലിന്റെ ഏത് പ്രായം മുതലാണ് അമൽ ഇങ്ങനെ ഒരു പിന്നെ വൈകല്യം ഉണ്ട് എന്ന് രക്ഷിതാക്കളൊക്കെ തിരിച്ചറിഞ്ഞത്? ഏകദേശം 8ാം മാസം മുതൽ. 8ാം മാസത്തിൽ പ്രീ ടൈം അല്ലേ? അതെ. മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നുള്ള മണ്ടത്തരമായിട്ടിരുന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. മൈൽ സ്റ്റോണുകൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. മൈൽ സ്റ്റോണുകൾ ഇപ്പോൾ ഇരുന്ന് മുട്ടുത്തി കടന്ന് കമഴ്ന്നിടന്ന് മുട്ടുത്തി ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ അങ്ങനെയൊന്നും അല്ലാത്ത ആളുകൾ എൻ്റെ ഇത് പോരും. അപ്പോൾ അത് മൈൽ സ്റ്റോണുകൾ ടൈം എടുക്കും എന്ന്. പക്ഷെ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് 8 മാസമായപ്പോൾ മൂവ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിലെത്തി. സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ എപ്പോഴും റിവ്യൂ, മന്ത്ലി റിവ്യൂ ഉള്ളതാണ്. അവിടെ ഒന്നും മനസ്സിലായില്ല അവർക്ക്, കാരണം ഇത്രയും സിവിയർ ആയിട്ടൊരു ബ്രെയിന് അടി കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമ്മളെ ഇൻട്രസ്റ്റിൽ ചെക്ക് ചെയ്യിച്ചപ്പോഴാണ് സെർബോ പാൾസി എന്നുള്ള കണ്ടീഷനാണ്. സെർബോ പാൾസി ആണെന്ന് അപ്പോഴും മനസ്സിലായില്ല. ഇത് ഇവർ പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ മെഡിക്കൽ മേഖലയുടെ ഏറ്റവും വലിയ പോരായ്മ തിരിച്ചറിയാന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഇപ്പം പിന്നെ ഏർലി ഇന്റർവെൻഷൻ ക്ലിനിക്കുകൾ വളരെ സയന്റിഫിക് ഒന്നുമല്ല, എന്നാലും വന്നുണ്ട് കുറേ ക്ലിനിക്കുകൾ. പക്ഷെ ശരിക്കും നമ്മളെ ഡെലിവറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ശരിക്കും ഈ ഒരു ക്ലിനിക്ക് എല്ലാ ഹോസ്പിറ്റലും വേണമല്ലോ, നിർബന്ധമായിട്ടും വേണം. മാത്രമല്ല അത് ചെയ്യാൻ ഏർലി ഇന്റർവെൻഷനിൽ കൃത്യമായ ട്രെയിനിങ് കിട്ടിയ ആളുകൾ നമ്മളേക്ക് ഡോക്ടേഴ്സിനെ അറിയില്ല. അത് ഏർലി ഇന്റർവെൻഷൻ സംഗതി സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ കേരളത്തിൽ അപൂർവമാണ്. കേരള ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട് തുറന്നു പറഞ്ഞാൽ. അപ്പം എത്രത്തോളം അത് ആശുപത്രിക്കാരും ഡോക്ടേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ചില എക്സലന്റ് ആയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ പുറത്ത് പോയിട്ട്, ഇന്ത്യക്ക് പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള വലിയ ഈ മറ്റേ വർക്ക്ഷോപ്പുകളുണ്ടോ, പുറത്തുള്ള വലിയ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ബാംഗ്ലൂരൊക്കെ നല്ല വർക്ക്ഷോപ്പുകൾ, ആ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ട് പഠിച്ച ആളുകളുണ്ട്. ഇപ്പം എൻ്റെ താഴെയുള്ള അമലിൻ്റെ താഴെയുള്ള 2 മക്കൾ 6 മാസം 12 ദിവസം ജനിച്ചാണ്. ഒരാളിപ്പം 5ാം ക്ലാസ്, ഒരാൾ 2ാം ക്ലാസ്സിൽ. ഇവർ 3 മാസമൊക്കെ ഇൻക്യുബേറ്ററിലായിരുന്നു ഇവിടെ മിംസിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്ത പണി അതിന് സ്പെഷ്യലൈസ് ചെയ്ത് എൻ്റെ ഒരു തെറാപ്പിസ്റ്റിന് അനസ് സാറ് വീട്ടിൽ വന്ന്
മൂപ്പര് ചെക്ക് ചെയ്ത് എന്നോട് പറഞ്ഞ് 99% അവർക്ക് ഡാമേജ് ഇല്ല എന്ന് പറഞ്ഞു. അതെ, ഓക്കെ. 1% പറയാൻ അറിയില്ല. അത് അന്ന് 1/200 തൂക്കം ആയിട്ടുള്ളൂ. അയാൾക്ക് കിട്ടിയ ട്രെയിൻ ഇയാൾ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ കൃത്യമാണ് അത്. അപ്പൊ അതിന്റെ അഭാവമാണ് അമല് ഇങ്ങനെ.